أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. صدق الله العظيم. സൂറത്തു നൂർ 36. ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ അല്ലെങ്കിൽ ഭവനങ്ങളിൽ, ഫീ ബുയൂത്തിൻ ഭവനങ്ങളിൽ, അല്ലാഹു അനുവദിച്ചു അല്ലെങ്കിൽ അനുവദിച്ച അൻ തുർഫ ഉയർത്തപ്പെടാൻ അഥവാ നിർമ്മിക്കപ്പെടാൻ, വയുദ്കറ സ്മരിക്കപ്പെടാനും, ഫീഹ അതിൽ, ഇസ്മുഹു അവന്റെ നാമം, യുസബ്ബിഹു ലഹു ഫീഹ യുസബ്ബിഹു ലഹു അവന് പ്രകീർത്തനം ചെയ്യുന്നു, ഫീഹ അതിൽ, ബിൽ ഗുദുവി പ്രഭാതത്തിൽ, ബൽ ആസാൽ പ്രദോഷത്തിലും. അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് പറഞ്ഞു. പിന്നീട് അത് അവസാനിപ്പിച്ചത് യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രകാശം ഇനി എവിടെ കാണും എന്നതിൻ്റെ ആളുകളെയും സ്ഥലത്തെയും വിവരിക്കുകയാണ് ഇനിയുള്ള രണ്ടായത്തുകളിൽ. അള്ളാഹുവിൻ്റെ പ്രകാശം എവിടെ ഉണ്ടാകും? ഫീ ബുയൂത്തിൻ, അത് ചില കെട്ടിടങ്ങളിൽ, ചില ഭവനങ്ങളിലാണ് ഉണ്ടാവുക. ഏത് ഭവനങ്ങളാണത്? അതിനല്ലാഹു അൻ തുർഫ, അല്ലാഹു ആ ഭവനങ്ങൾ ഉയർത്തപ്പെടാൻ അനുവദിച്ചിരിക്കുന്നു. അഥവാ അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടി ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ അല്ലാഹു തആല അനുവദിച്ചിരിക്കുന്നു. അതേതാണ്? മസ്ജിദുകളാണ് ഉദ്ദേശം. അതിലേറ്റവും തലപ്പത്തുള്ളത് മസ്ജിദുൽ ഹറാം മക്ക, പിന്നെ മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. അതിനെക്കുറിച്ച്, കഅബയെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് തന്നെ, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിമും ഇസ്മാഈലും ആ ഭവനത്തിന്റെ അസ്തിവാരം പടുത്തുയർത്തിയ സന്ദർഭം എന്ന് പറഞ്ഞിട്ടാണല്ലോ അതിന്റെ കഥ പറയുന്നത്. അതുപോലെ തന്നെ അത് വെറുതെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സൗകര്യം കിട്ടിയെടുത്ത് ഉണ്ടാക്കിയതല്ല. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി, വിശുദ്ധ ഭവനത്തിന്റെ സ്ഥാനം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നാം ഒരുക്കി കൊടുത്തു. അങ്ങനെയുള്ള ഭവനമാണ് മസ്ജിദുൽ ഹറാം. അതുപോലെ ബനി ഇസ്രായേല്യരുടെ കാലത്തും പറഞ്ഞത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമിന് വഹി നൽകി അല്ലാഹു തആല, അൻ തബവ്വഅ ലിഖൗമിക്കുമാ ബുയൂതൻ, നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ഖൗമിന് ചില ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ അവരോട് നമസ്കാരം, ആ വീടുകളെ ഖിബലയാക്കുക എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ അവിടെയും ഭവനങ്ങളായിരുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനെ സ്മരിക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഉയർത്തപ്പെട്ട ഭവനത്തിൽ, ഈ അനുമതിയോടുകൂടി എന്ന് പറയുന്നത് എന്തിനാണ്? അത് മസ്ജിദുൽ ദിറാർ, ദീനിനെ തകർക്കാനും വേണമെങ്കിൽ ചിലര് ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കും. മസ്ജിദ് തന്നെ അല്പം പേരുണ്ടാവും, അത് തകർത്ത് കളയാണല്ലോ ചെയ്തത് പിന്നീട്. അത് ഈ സൂറത്തിന്റെ പിന്നീട് നടന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഉയർത്തപ്പെട്ട ഭവനങ്ങളിൽ അവിടെ കാണാം അള്ളാഹുവിന്റെ പ്രകാശം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രസിദ്ധമായ, എന്നാൽ സനദ് കൊണ്ട് ലൈഫാണെങ്കിലും ആശയം കൊണ്ട് പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, എന്റെ ഉമ്മത്തിന് ഒരു കാലം വരും, സയത്തി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ ഫിൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ ഫിൽ ഖുർആനി ഇല്ലാ റസ്മുഹു. അതിലൊരിടത്ത് പറയുന്നുണ്ട്, മസാജിദുഹു മാമിറത്തുൻ വഹിയ ഖറാബുൻ അനിൽ ഹുദാ, പള്ളിയൊക്കെ ഗംഭീരമായിരിക്കും,
പക്ഷേ ഹുദയുടെ കാര്യത്തിൽ അത് തകർന്നതായിരിക്കും. അവിടെ നൂറു സമാവാത്തി വല്ലാറുള്ളു, അല്ലെങ്കിൽ നൂറുല്ലാഹി അവിടെ കാണുകയില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ പ്രകാശം ലഭ്യമാകുന്ന സ്ഥലമാണ് അള്ളാഹു ഉയർത്തപ്പെടാൻ അനുമതി നൽകപ്പെട്ടിട്ടുള്ള. അത് അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ നടക്കൂല. അള്ളാഹു കൽപ്പിക്കാതെ അള്ളാഹിനെ സ്മരിക്കാനും അള്ളാഹുവിനെ കുറിച്ച് പറയാനും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും കേൾക്കാനും കേൾപ്പിക്കാനും ആ അള്ളാഹുവിനെ വിളിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഭവനം വേണം എന്ന് മനുഷ്യരാരോ തീരുമാനിച്ചതല്ല. അള്ളാഹു തആല അനുമതി നൽകിയതാണ്. അനുമതി നൽകിയ പ്രകാരമേ ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ അവിടെ വിളിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹുവിനുള്ളതാണ് പള്ളി, അവിടെ അള്ളാഹുവിനെ അല്ലാതെ ആരെയും വിളിക്കരുത്. അതുപോലെ തന്നെ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവർ എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളി പരിപാലിക്കാൻ യോഗ്യരായ ആളുകളുടെ വിശേഷണം പറയുന്നുണ്ട്. അതുപോലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങള്, അള്ളാഹുവിന്റെ പള്ളികൾ, മസ്ജിദുകള് പരിപാലിക്കാൻ അർഹതയില്ല എന്നൊക്കെ മസ്ജിദുൽ ഹറാമിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആശയം മുഴുവൻ അള്ളാഹ് വ്യക്തമാക്കുന്നുണ്ട് പലയിടത്തായിട്ട്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞ ഫീ ബുയൂത്തിൻ അതിനല്ലാഹു അൻതുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അള്ളാഹുവിന്റെ നാമം അവിടെ സ്മരിക്കപ്പെടണം എന്നതും അള്ളാഹു അനുവദിച്ചതാണ്. അഥവാ അള്ളാഹുവിന് തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നമസ്കരിക്കാൻ, ആരാധനകൾ അർപ്പിക്കാൻ ഉള്ള കേന്ദ്രം. മലക്കുകളിൽ നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക്, ഞങ്ങൾ നിന്നെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നിന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ അത് ചെയ്യുന്നതും ഒരു ഭവനത്തിലാണ്. ബൈത്തുൽ മഅ്മൂർ, കഅബക്ക് നേരെ മുകളിൽ, ആകാശത്തിന്റെ മുകളിൽ, ആകാശങ്ങൾക്ക് മുകളിലുള്ള ഭവനം. ബൈത്തുൽ മഅ്മൂർ വന്ന് ഭൂമിയിലേക്ക് വീണാൽ കഅബയുടെ മുകളിലാണ് വീഴുക. അവിടെ മലക്കുകൾ എല്ലാ സമയവും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും 70,000 മലക്കുകൾ ആ ബൈത്തുൽ മഅ്മൂറിൽ ഉണ്ടാകും. ഒരു മലക്ക് ഒരിക്കൽ മാത്രമേ അവിടെ തവാഫ് ചെയ്യുകയുള്ളൂ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മലക്കുകളുടെ തസ്ബീഹും തഖ്ദീസും ഭവനം കേന്ദ്രീകരിച്ചാണ്. എന്നതുപോലെ മനുഷ്യരുടേത് കഅബയിലും പിന്നെ കഅബയിലേക്ക് തിരിച്ചുണ്ടാക്കപ്പെട്ട ഭവനത്തിൽ കഅബയിലേക്ക് തിരിഞ്ഞും ഒക്കെയാണ് മനുഷ്യരുടെ അള്ളാഹുവിനുള്ള ആരാധനയും തസ്ബീഹും ഒക്കെ. അതാണ് വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവിടെ അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്യുന്നു. ആര് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരം അടുത്ത ആയത്തിലാണുള്ളത്, റിജാലുൻ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുന്ന് വിശദീകരിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ പള്ളിയിൽ നടക്കേണ്ട കാര്യം എന്താണ്? അത് ആരാധനയാണ്, അല്ലെങ്കിൽ ആ ആരാധനയുടെ ആവിഷ്കാരങ്ങളാണ് അള്ളാഹുവിനെ വാഴ്ത്തുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാക്കുക. ഇതിനുള്ളതാണ് ആരാധന ആലയങ്ങൾ അല്ലെങ്കിൽ മസ്ജിദുകൾ. അത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാല്, ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് എന്റെ ഒട്ടകത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വജത്ത ഇന്നമാ ബുനിയത്തുൽ മസാജിദ് ലിമാ ബുനിയത്തുലഹു, നിന്റെ ഒട്ടകം നിനക്ക് കിട്ടാതിരിക്കട്ടെ, ഈ പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതെന്തിനാണോ അതിനുള്ളതാണ്. അഥവാ ഒട്ടകത്തിനെ കണ്ടോന്ന് വിളിച്ചു ചോദിക്കാനോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കച്ചവടം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബൈഇ വൽ ഇബ്തിയാഇ വഅൻ തനാശുദിൽ അശ്ആരി ഫിൽ മസാജിദ്, കച്ചവടം പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്നു. ഇങ്ങനെ ധാരാളം വർത്തമാനങ്ങൾ അതിൽ കാണാം. പള്ളി അതിനൊന്നും ഉള്ളതല്ല. അതേ സമയത്ത് പള്ളി തർക്കങ്ങൾ തീർക്കാൻ അല്ലാഹു തആല തന്നെ പിന്നെ ഈ തർക്കങ്ങൾ, സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ടായ തർക്കങ്ങളിൽ തെളിവില്ലാതെ വരുമ്പോൾ അവരെ പിന്നെ പള്ളിയിൽ നമസ്കാരത്തിന്റെ ശേഷം തടഞ്ഞു നിർത്തി സത്യം ചെയ്യിപ്പിക്കണം എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞത് കാണാൻ കഴിയും. അഥവാ ഇസ്ലാമിന്റെ കോടതി, അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്ന കേന്ദ്രം, അതിന്റെ പ്രായോഗികത, അതിന്റെ വിധി തീർപ്പ്, അതിനൊക്കെ ഉള്ളതാണ് പള്ളി. അതൊക്കെ തസ്ബീഹും തദ്കീറും തന്നെയാണ്. വയുദ്കറ ഫീഹ ഇസ്മുഹു വയുസബ്ബിഹു ലഹു ഫീഹ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന സുൽഹ്. കാരണം അള്ളയാണല്ലോ
അവളുടെ ആളുകളിൽ നിന്ന് ഒരാൾ, അവന്റെ ആളുകളിൽ നിന്ന് ഒരാൾ, എന്നിട്ട് അവർ കൂടിയാലോചിച്ചിട്ട് പിന്നെ യോജിപ്പുണ്ടാക്കുകയോ വെറുപ്പിരിക്കുകയോ ചെയ്യണം. ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. ആ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനൊക്കെ ഉള്ളതാണ് പള്ളി. അതൊന്നും ഈ ദിക്റിനും തസ്ബീഹിനും പിന്നെ വിരുദ്ധമല്ല. അതേസമയത്ത് അങ്ങനെ അല്ലാതെ ജനങ്ങളുടെ ഭൗതിക കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഉദാഹരണമായിട്ട് വിൽക്കുക, വിലപേശുക, ലേലം വിളിക്കുക, അതുപോലെ കളഞ്ഞുപോയത് കിട്ടിയിട്ടുണ്ടോ എന്ന് ആളുകളോട് അന്വേഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പള്ളികളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണ്. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചത് അള്ളാഹു താല പറയുന്നുണ്ട്. അഥവാ ആരാധനകൾ നിർവഹിക്കുന്നവർക്ക് വേണ്ടി ശുദ്ധീകരിച്ചു വെക്കണം. അതുപോലെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതൊക്കെ മനാറുൽ ഹുദ, മസാബിഹുൽ ഹുദ, പിന്നെ സന്മാർഗത്തിന്റെ അഥവാ പ്രകാശത്തിന്റെ ഗോപുരങ്ങളാണ് അങ്ങനെയുള്ള ഭവനങ്ങൾ. അവിടെ കാണാം, അവിടെ അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ തേടിച്ചെല്ലാം ഒരാൾക്ക് അള്ളാഹുവിന്റെ പ്രകാശം തേടിക്കൊണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് കുറെ മനുഷ്യരാണ്. അതേക്കുറിച്ച് അടുത്ത ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ ബലഗ്റാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.